അങ്ങനെ കാത്തിരുന്ന നിമിഷം ഇൻഫോസിസ് ഫൗണ്ടേഷൻ കൊണപ്പന അഗ്രഹാര മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറുന്നു. യെല്ലോ ലൈറ്റ്. ഇന്നലെ മോദിജി ഉദ്ഘാടനം ചെയ്തിട്ട് പോയതാ. നമ്മൾ ടീമുണ്ട്, ലഹനുണ്ട്, പാരിയുണ്ട്. ഇൻട്രോവറാ ഗായ്സ്. ഒരു പഠിപ്പിച്ചല്ല മറന്ന ഒരു മെട്രോ വ്ളോഗിലേക്ക് സ്വാഗതം. പറഞ്ഞു കഴിഞ്ഞല്ലോ വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റഡ് ബാംഗ്ലൂരിന്റെ ഇത് വന്നില്ല. അത് അപ്ഡേറ്റ് അല്ലേ മണ്ടൻ? അത് അപ്ഡേറ്റ് അല്ലേ? ഇതാണ് ഗൈസ് യെല്ലോ ലൈൻ. നോക്കിക്കോ ഗൈസ്, ലാസ്റ്റ് സ്റ്റോപ്പ് ബൊമ്മസാന്ദ്ര. എന്താ പാരിന് കോമഡി ഉണ്ട്. ഇതാ ലിഫ്റ്റ് ഒക്കെ ഉണ്ട്, അടിപൊളി ലിഫ്റ്റ്. എന്താ കോമഡി അത്? എന്റെ മോനെ ഇതാ പാരി തിരിഞ്ഞു നോക്കിയാ. പാരി തിരിഞ്ഞു നോക്ക്. പാരി മാസം ഇടുന്നില്ല. രണ്ടും കൂടി ഇതാ ഗൈസ്, ഫുൾ ഇൻഫോസിസ് ആണ് ഇവിടെ. ഇൻഫോസിസ് ഫൗണ്ടേഷൻ. ഈ റിബൺ ഒന്നും കഴിച്ചാടാനായിട്ടില്ലേ? എന്താണിത്? ഇതിലാരും ഇല്ലേ? അങ്ങനെ അത് എനിക്കിട്ടാണല്ലോ. ഇതാ മച്ചാൻ ഇന്നലെ വന്ന സ്ഥലം. ഇന്നലെ മച്ചാനെ ഉണ്ടായിട്ടല്ലോ ഇവിടെ. മോദിയും മുഖ്യമന്ത്രിയും. ഇപ്പൊ നമ്മൾ ആരും ഇല്ല, അതാ പറയുന്നത്. നിനക്കല്ലേ പണിയില്ലാണ്ടില്ല ഈ നാട്ടില്. അടിപൊളി. ഇതാണ് യെല്ലോ ലൈൻ മെട്രോ സ്റ്റേഷൻ. ബുക്ക് ചെയ്യ. എങ്ങോട്ടേക്ക് പോന്നേ? ഞാനറിയില്ല, ഞാനും എങ്ങോട്ടേക്ക്. എന്നാ വാ, ടിക്കറ്റ് എടുക്കാം. ഈ ലേസ് നോക്കാം. ലേസ് ഇട്ടാപ്പാ ആറ്റിറ്റ്യൂഡായി. 22 മിനിറ്റ് അടുത്ത ട്രെയിനിന്. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക് സിറ്റി കേറുമ്പോ പെട്ട് ഗൈസ്. 22 മിനിറ്റ് കൊണ്ട് നമുക്ക് ശരിക്കും അങ്ങെത്താ. എന്തൊക്കെ ചെയ്യാ? റൂമിലേക്ക് 2-5 മിനിറ്റ്. അല്ല, ഇവിടെ ശരിക്കും 3 മെട്രോ ഇറങ്ങിയില്ല, അതുകൊണ്ടാ. അത് ഒന്ന് പോയിട്ട് വരണ്ടേ? ഒന്നപ്പുറത്തും പോണ്ടേ? നടുവത്തോ? ഇപ്പൊ 4 മിനിറ്റ് അപ്പുറത്ത് കാണിക്കുന്നത്. അതാ നമ്മള് പെട്ട. ഇത് വേണേ ബസ്സിന് പോയാലും ഇതിനു മുമ്പേ എത്തുമായിരുന്നു. നല്ല അടിപൊളി സ്റ്റേഷൻ. ഏതാ വലുപ്പം? ഇവിടെയാണ് ഗൈസ് ഇന്നലെ മോദിജി വന്ന. മോദിജി വലിയ സ്റ്റേഷൻ. ഏതാ വലുത്? ലാസ്റ്റ് വന്നിരിക്കുന്നു. ഇതാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഡ്രൈവർലെസ് മെട്രോ. ഇതിലിപ്പോൾ ഡ്രൈവേഴ്സ് ഉണ്ടാവില്ല, പക്ഷെ ഇതിൽ ഇപ്പം വന്നതിനുണ്ട്. അത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും, അതിന് ശേഷം ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ ഇരുന്നിട്ടില്ല. ബൈ 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 ബൈ. ഫൈനലി ഇതാ നമ്മളെ മെട്രോ വരാനായി. തിരക്ക് കൂടി ഗൈസ്. യെല്ലോ ലൈനിൽ ഇത്ര ആൾക്കാരോ സീൻ ഗൈസ്. നേരത്തെ അങ്ങോട്ട് പോയ വണ്ടി തിരിച്ചു വരിക, അതാ ലേറ്റായേ. ഇവിടെ ആളുണ്ട്. ഇതിലിപ്പോ ഡ്രൈവർ ഉണ്ട് ഗൈസ്. വൈബ്. ഇതെത്ര ആള്? ഇത് ഫുള്ളാണല്ലോ. ആകെ 2 സ്റ്റേഷനിലെ കഴിഞ്ഞില്ലല്ലോ. ആൾക്കാരാണ് ഗൈസ്. എന്താ തിരക്ക് നോക്കും. ഇത് ഫസ്റ്റ് ഡേ ആയിട്ട് ഇത്ര തിരക്ക് വന്നില്ലേ? സീറ്റ് ഫുള്ള് തീർന്ന്. അത്ര ആൾക്കാരിത് ചൂസ് ചെയ്യുന്നുണ്ട്, അതാണ്. ഇത്ര ആൾക്കാർ വെയിറ്റ് ചെയ്ത സാധനം. ഇത്ര ആൾക്കാർ ഇവിടെ കയറാനുള്ള കാരണം എന്താ? ടൈം ഈസ് മണി. മാത്രല്ല പൊടി ബാംഗ്ലൂരിലെ പൊടി. ബാംഗ്ലൂരിൽ തിരക്കണ്ട. ബാംഗ്ലൂരിൽ നിൽക്കുന്ന കാര്യം. ബാംഗ്ലൂരിലെ പൊടി. പിന്നെ സമയം
ഇതൊക്കെ വണ്ടി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വലിയ നല്ല അടിപൊളി റോഡ് ഉണ്ടായിട്ടോ കാര്യമില്ല. പക്ഷേ സമയം പിന്നെ തിരക്ക്, ആൾക്കാരെ കംഫർട്ടാണ് ആൾക്കാരെപ്പം പ്രിഫർ ചെയ്യുക. അതന്നെ മെയിൻ കാരണം അല്ലേ. പിന്നെ തിരക്കുമ്പോ തിരക്ക് സീനല്ലേ. ഇവിടെയാണ് മാറി കയറേണ്ട സ്ഥലം, RV കോളേജ്. ഇതാണ് RV റോഡ്. ഇവിടുന്ന് എല്ലാവരും മാറി കയറണം. ഇനി ഗ്രീൻ ലൈനിലേക്ക്. ഏതാ തിരക്ക്, യെല്ലോ ലൈനിന്റെ തിരക്ക് നോക്കി. ഏതാ തിരക്ക് അമ്മേ, അതെയാ. ഇതാണ് പാരിതോഷ് ആൻഡ്രോതൻ. ഇവനെ നോട്ട് ചെയ്തോ. തൃശ്ശൂരിൽ പോകുമ്പോ ഇവനെ ശ്രദ്ധിക്കണം. ലേഡീസ് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച്. ഇവന്റെ പേര് പിണ്ടക്കൊതിയൻ. ഇവിടെ എന്താ പ്രശ്നം ഉണ്ട്? എന്തെങ്കിലും ബിരിയാണി കൊടുക്കുന്നുണ്ടാ? ഇതേതാ ആള്? ഇതെന്താ ഇത്ര ആൾക്കാരോ? യെല്ലോ ലൈനിന്റെ എക്സ്പീരിയൻസ്. യെല്ലോ ലൈനിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തിരക്ക് കണ്ട് ഞാൻ ഞെട്ടി. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇത്ര തിരക്ക് വരുന്നു. പിന്നെ ഞാൻ ഇപ്പം പ്രതീക്ഷിച്ചിട്ട് വലിയ എന്റെ പ്രതീക്ഷയിലെ വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ പെട്ടെന്ന് എത്തിക്ക്. 5 മിനിറ്റ് എടുത്തിന്, അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്തിന്. അപ്പൊ മൊത്തം ഒരു 45 മിനിറ്റ് എടുത്തേക്ക്. അപ്പൊ പെട്ടെന്ന് എത്തിക്ക്. ഏകദേശം ടൈം ഓൺ ടൈം ആണ് എല്ലാം. വണ്ടി പക്ക, വണ്ടി കറക്റ്റ് ക്രിസ്പാ മെട്രോ. പക്ഷെ പാരി കാരണം 2 ട്രെയിനും മിസ്സായി. ലഡ്ഡു കിട്ടിയില്ല. ലഡ്ഡു കിട്ടിയില്ല. ലഡ്ഡു പാരി നമ്മളെ 2 ട്രെയിനും ലേറ്റ് ആക്കി. 2 ട്രെയിനും. 2ാമത്തെ ട്രെയിൻ നീ, ഇനി 3ാമത്തെ ട്രെയിൻ ഞാൻ. ഇനി എനിക്ക് 3ഇല്ല. ഞാൻ ഇവിടെ ഇറങ്ങി 2 3. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കോ? ഞാൻ ലാൽബാഗ് ഇറങ്ങും. നിങ്ങള് MG റോഡ് ഇലക്ട്രോൺ സിറ്റിന്ന് MG റോഡ് പോണ്ടിക്കല് ഗൈസ്. 3 ലൈന് മാറി കയറണം. എല്ലാ ലൈനും ഇലക്ട്രോൺ സിറ്റി പോകുന്നുണ്ടെങ്കിൽ പാരിതോഷല്ലേ എന്നെ അപ്രോച്ച് ചെയ്യുക. അതെന്തിനാ? അല്ല, വേണ്ടാത്ത കാര്യങ്ങളൊന്നും ബ്ലോഗ് പറയേണ്ട ആവശ്യമില്ല. കേട്ടില്ല? എന്റെ നമ്പർ ഇപ്പൊ കൊടുത്തിട്ട് ആരും വിളിക്കാൻ. ഒഴിവാക്കി ഗൈസ്. ബൈ ബൈ. ലാൽബാഗിലെത്തി ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.